ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് സിപിഎമ്മിന് വലിയ തിരിച്ചടി. സംഭവം രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ടുള്ള വിധിയിലായിരുന്നു കോടതിയുടെ പരാമർശം. പെട്ടെന്നുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമല്ല ഇതെന്നും നടന്നത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണം ആണെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നും കോടതി പറയുന്നു. എന്താണെങ്കിലും സരംഗ് വലിയ തോതിൽ കോടതിയുടെ വിമർശനം നേരിടുന്നുണ്ട്. CPM ഒപ്പം അവിടെ നടന്ന അക്രമത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത് വാടകയ്ക്കെടുത്ത കാറാണെങ്കിൽ പോലും അത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരുമെന്നൊക്കെയാണല്ലോ കോടതി നിരീക്ഷിച്ചത്. രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്നൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? പാർട്ടി ഇതിലൊരു പ്രതിരോധം ഏത് തരത്തിലാണ് തീർക്കുന്നത്? ഈ പ്രധാനമായും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്വാഭാവികമായി ജാമ്യം ലഭിക്കില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ അതിലെ കോടതി നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായി തന്നെ കണക്കാക്കണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് വാടകയ്ക്കെടുത്ത കാറാണ് ആക്രമിക്കപ്പെട്ടത്. ഒപ്പം ഈ ഇഡി ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂട്ടി സമയത്തുള്ള സമയത്തല്ല ഈ ആക്രമണം നടന്നതെന്ന പ്രതിരോധമാണ് പ്രധാനമായും ഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം, അതായത് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിരുന്നു. ഒപ്പം പോലീസിൻ്റെയും വീഡിയോസ് അത് രേഖയായി പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലൊരു മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസിക്കും ഒപ്പം തന്നെ നിയമ സംവിധാനത്തിനടക്കം. കാരണം നമുക്കറിയാം ഇത്രയും മണിക്കൂറുകളോളം അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിന്നിട്ടും പോലീസ് കൃത്യമായി അതിൽ ഇടപെടൽ നടത്തിയില്ല. അങ്ങനെ ഇടപെടൽ നടത്താത്തതും ഒപ്പം അതിൻ്റെ ഒരു പരാജയം കൂടിയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ജാമ്യം തള്ളിയ വിധിയിൽ അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചതിൽ കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയൊരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു ആക്രമണമായിട്ട് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ ഒരു ആക്രമണമാണ്. കാരണം ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. ആ സമയത്ത് പെട്ടെന്ന് അവിടെ ആൾക്കാർ തടിച്ചുകൂടുന്നു. അത് വാഹനം അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംഘം ചേർന്ന് ഈ വാഹനത്തിന് ചുറ്റും പലരും ചേർന്നത്. ഒപ്പം ഇഡി ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം നടത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി അവർ ഉണ്ടായിരുന്നു. ഒപ്പം പല കേസുകളിലും, അതായത് ഈ ഒരു കേസിൽ വധശ്രമത്തിനടക്കം വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ വീഴ്ചയടക്കം ഇനി വരും ദിവസങ്ങളിലും ചർച്ചയാകാൻ അല്ലെങ്കിൽ അതിൽ നടപടി അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു പോലീസ് സന്നാഹം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോലീസിനും DCPക്ക് അടക്കം ചെറിയ രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്തു. എന്തിനായാലും ഇത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം നടന്നത് ഒരു ആസൂത്രിത ആക്രമണമല്ല, ഒരു പൊതുജന രോഷം മാത്രമാണ് എന്നായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം പ്രതികരിച്ചത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇനി ഏത് രീതിയിൽ ഒരു രാഷ്ട്രീയ വിവാദത്തെ പ്രതിരോധിക്കുമെന്നൊരു ചോദ്യം CPMന്റെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അറസ്റ്റിലായ പലരും CPMന്റെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. അവരെ എങ്ങനെ ഈ ഒരു നിയമക്കുരുക്കിൽ നിന്നും ഈ കേസിൽ നിന്നും കൂടുതൽ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു ചിന്തയിലായിരിക്കും CPM നേതൃത്വം നിലനിൽക്കുന്നത്. എന്തിനായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. റൈറ്റ്, കൂടുതൽ നടപടികൾ വരുന്നു. പക്ഷേ എന്താണെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.